ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ന ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ജനുവരി മാസത്തിൽ എൻ്റെ വ്യൂസ് സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫെബ്രുവരിയിൽ അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മി മദർ യൂണിവേഴ്സ്. ജനുവരിയിൽ എൻ്റെ വ്യൂസ് സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്ലീസ് ഗെറ്റ് മി മദർ യൂണിവേഴ്സ്. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട്, ജോലി സംബന്ധമായും സാമ്പത്തികപരമായും ബന്ധപ്പെട്ട് ഉള്ള റീഡിങ്. താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ കാർഡ്സിനെ സമർപ്പിക്കുന്നു. ഏറ്റവും കറക്റ്റായിട്ട് റീഡിംഗ് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. എന്നെ യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 6 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 12, 3, 4, 8, 6, 11, 2, 4, 6. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന രാശി ഫയർ എനർജി ഏരീസ്, ലിയോ, സജിറ്റേറിയസ്. എയർ എനർജി ജെമിനി, ലിബ്ര, അക്വേറിയസ്. എർത്ത് എനർജി ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. വാട്ടർ എനർജി ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ്. മേടം ചിങ്ങം, ധനു. മിഥുനം, തുലാം, കുംഭം. ഇടവം, കന്നി, മകരം. കർക്കിടകം, വൃശ്ചികം, മീനം. ഓക്കെ, പ്ലീസ് ഗെറ്റ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസിന് ചില കാര്യങ്ങൾ കയ്യിലെത്തുന്ന ചില സമയങ്ങളുണ്ടായിരുന്നു. എല്ലാം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്നു. എത്തിച്ചേരാനായിട്ട് ലേറ്റ് ആകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓഫർ വരാതിരിക്കുന്നില്ല, പക്ഷേ ഓഫർ വരുന്നുണ്ട്. വരുന്നത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. വളരെ ലേറ്റ് ആകുന്ന ചില എനർജികൾ ഇവിടെ കാണുന്നു. അത് ജോലി സംബന്ധമാകാം, അല്ലെങ്കിൽ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാകാം. ഓക്കെ, നിങ്ങൾക്ക് അത് ലേറ്റായി നിങ്ങളുടെയിലേക്ക് എത്തുന്നു, കയ്യിലെത്താൻ താമസിക്കുന്ന ഒരു എനർജിയാണ്. എന്നാൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ 2 നമ്പറാണ് വന്നിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തോടു കൂടി നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മി മദർ യൂണിവേഴ്സ്. നിങ്ങൾ എവിടെ ചെന്നിരുന്നാലും നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കും. അത് ജോലി ആയിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, സാമ്പത്തികമായിരിക്കാം. ഇഗ്നോർ ചെയ്ത് ചില വ്യക്തികൾ ഭയന്ന് നിങ്ങൾ ഇരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. അത് ഒരു പക്ഷേ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട്, ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ. എപ്പോഴാണ് അവിടുന്ന് പൈസ തിരികെ അടയ്ക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ചില വ്യക്തികളിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണ് അവർ ചോദിക്കുന്നത് എന്ന് ഭയന്ന് ഇരിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുവാനും കഴിയാത്ത അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുന്നു. അതിന് കാരണം നിങ്ങളുടെ നെഗറ്റീവ് തോട്ടായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് അടുത്ത മാസത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം കടന്നു വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഏത് വിഷയത്തിലാണോ വിഷമിച്ചിരിക്കുന്നത്, നിങ്ങൾ ഏത് സ്ഥലത്താണോ ഇഗ്നോർ ചെയ്തിരുന്നത്, ആ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹം വരുന്നു എന്നുള്ളതാണ്. ഫെബ്രുവരിയിൽ നിങ്ങളെ തേടി എത്തുന്നത് ഒരു ക്ലാരിറ്റിയാണ്. നിങ്ങൾ എന്താണോ നിങ്ങളെ ഇഗ്നോർ ചെയ്തത്, എവിടെ നിന്നാണോ നിങ്ങളെ ഇഗ്നോർ ചെയ്തത്, അതിനെല്ലാം ക്ലാരിറ്റി വരുന്നു. നിങ്ങൾക്ക് അധികാരം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ കെട്ടി നിർത്തിയിരുന്ന ചില സിറ്റുവേഷൻ ഉണ്ട്. അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ ജോലി ആയിരിക്കാം, സാമ്പത്തികമായിരിക്കാം. അനങ്ങാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതൊരു പക്ഷേ നിങ്ങളുടെ ഭയം കൊണ്ട് നിങ്ങൾ കെട്ടി നിർത്തിയിരിക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം കെട്ടി നിർത്തിയിരിക്കുന്നതായിരിക്കാം. ഇവിടെ 8 നമ്പറാണ് വന്നിരിക്കുന്നത്. ശനിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു പ്രതികൂല സാഹചര്യം ഇവിടെ ഉള്ളതായി കാണുന്നു. ശനിദശ നിങ്ങളെ ഒരുപാട് മുറുക്കി വരിയുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മി മദർ യൂണിവേഴ്സ്. എന്നാൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ വരും എന്നുള്ളതാണ്. നിങ്ങളെ തേടി ഗ്രോത്ത് വരും. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഇതുപോലെ തകർന്നിരുന്ന ഒരവസരമാണ് നിങ്ങൾക്ക് ഈ അടുത്ത സമയത്തായി ഉണ്ടായതെങ്കിൽ അതിൽ നിന്ന് മാറ്റം വരുന്നു എന്നുള്ളതാണ്. ഫെബ്രുവരിയിലാണ് നിങ്ങളുടെ സമയം തെളിയാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ 6 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കെട്ടി നിർത്തിയിരുന്ന ചില സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് ഓഫറുമായി വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരുന്ന സാഹചര്യങ്ങൾ, നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾക്ക് നിങ്ങളെ കുറ്റക്കാരാക്കി നിർത്തിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചില സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് വ്യക്തതയില്ലാത്ത ചില സാഹചര്യങ്ങൾ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്ത് നിങ്ങൾ ഇതുപോലെ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ, നിങ്ങൾ തന്നെ ഒരു വേലി കെട്ടി അതിനകത്ത് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ചെയ്യാത്ത കുറ്റങ്ങൾക്ക് നിങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ചില കേസ് വഴക്കുകളായിരിക്കാം. ഇവിടെയും
ഫെബ്രുവരിയാണ് കാണുന്നത്, 2ാം മാസമാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഫെബ്രുവരിയിൽ ചില വ്യക്തികൾക്ക് നീതി ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. അത് എന്ത് കാര്യത്തിലാണ്? ഓക്കെ, അതെന്ത് കാര്യത്തിലാണ് എൻ്റെ വ്യൂസിന് നീതി ലഭിക്കാൻ പോകുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് എന്ത് കാര്യത്തിലാണ് നീതി ലഭിക്കാൻ പോകുന്നത്? നിങ്ങളെ ചില വ്യക്തികൾ ചതിച്ചു, എന്നിട്ട് നിങ്ങളെ തെറ്റുകാരാക്കി മാറ്റിയിരിക്കുന്നു. അത് ജോലി സ്ഥലത്തായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം. നിങ്ങളെ വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ജോലി സ്ഥലവുമായിട്ട് നിങ്ങളെ ചതിയിലൂടെ ചില സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ചില വ്യക്തികളുടെ മൈൻഡ് ഗെയിം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതായി നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് നീതി ലഭിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 4 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? വിജയമാണ് വരുന്നത്. സാമ്പത്തിക നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. കുറേ നാളായി കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വിജയമില്ലാണ്ടിരിക്കുന്നു എങ്കിൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് വിജയം വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരു 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് വിജയം കടന്നു വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചില സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എങ്കിൽ അത് നിങ്ങളിലേക്ക് വിജയമായി കടന്നു വരുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ചില കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഓവറോൾ എനർജി വരുന്നത് 6 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഒരു വിജയം തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അത് കമ്മിറ്റ്മെൻ്റ് ആകാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ പ്രണയത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിജയമായിരിക്കാം, നിങ്ങളുടെ ജോലി സംബന്ധമായി ഉണ്ടായിരിക്കുന്ന വിജയമാകാം, ചില കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നു. അപ്പോൾ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വിജയം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിളിൽ കൂടി കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് വഴക്ക് ചില വ്യക്തികളുമായി കൂടേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ഇമോഷണലായിട്ട് നിങ്ങൾ റഫായി മാറിയിട്ടുണ്ട്. ചില വ്യക്തികളോട് റൂഡ് ബിഹേവിയർ നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ഗ്രോത്താണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ്, നിങ്ങളെ മറ്റുള്ളവരെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ, ചതിച്ചിട്ടുണ്ടെങ്കിൽ, ചെയ്യാത്ത തെറ്റുകൾക്ക് നിങ്ങളെ കെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം നിങ്ങൾക്ക് വിജയമാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, ബ്ലോക്ക് ചെയ്ത് പല വ്യക്തികളും നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട ഒരു ജോലി സ്ഥലത്ത് നിങ്ങളെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ തരാതെ നിങ്ങളെ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, നിങ്ങളെ തടഞ്ഞു നിർത്തിയിരുന്ന ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വിജയം വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്നലെ ന്യൂ മൂൺ ആയിരുന്നു, ഇന്നലെ മെനഞ്ഞാന്ന്. ഓക്കെ, അപ്പം ആർക്കൊക്കെയാണ് അത് എഫക്റ്റ് ചെയ്തതെന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ന്യൂ മൂൺ എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണോ ഉള്ളത് അതിന് ഒരു ന്യൂ ബിഗിനിങ് ആണുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു എന്ന് അവരവർക്കാണ് അറിയുന്നത്. ഇന്നലെ കരഞ്ഞിരുന്ന വ്യക്തികൾക്ക് അത് കരയാൻ പാടില്ല. ഈ ഒരു എനർജി ടൈമിൽ നിങ്ങളെ തന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് 7 ചക്ര മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൺട്രോൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്താണോ നിങ്ങൾ കൂടുതലും നിങ്ങളിലേക്ക് ഉണ്ടായിരുന്നത് അതാണ് ഇരട്ടിക്കുന്നത്. ഈ ഒരു ടൈമിൽ മൂണിൻ്റെ എനർജി വരുന്ന സമയത്ത്, ഗ്രഹണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. കാരണം ആ ഒരു സമയത്ത് നമ്മളിൽ എന്താണോ ഉള്ളത് അത് ഇരട്ടിക്കുകയാണത്. ഓക്കെ, ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഗ്രോത്തിനെ കുറിച്ച് നിങ്ങൾ എഴുതുക. നിങ്ങൾ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ ഗോൾ എന്താണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു ബുക്കിലേക്ക് എഴുതി താങ്ക്സ് പറയുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ ന്യൂ മൂണ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തത്? ഓക്കെ, ഇവിടെ 2 സെക്ഷനായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ന്യൂ മൂണ് നിങ്ങളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളിതിൽ ഒരു സെക്ഷൻ എടുക്കുക, ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, എടുത്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് എടുത്ത വ്യക്തികൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ബ്ലോക്കേജുകൾ മാറുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് വരാൻ പോകുന്നു, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളിൽ ഒരു ഗ്രോത്താണ്. ഓക്കെ, കോൺഫിഡൻസ് വരുന്നു, ഗ്രോത്ത് വരുന്നു, എല്ലാ കാര്യങ്ങളും മെറ്റീരിയലിസ്റ്റ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബാലൻസിങ്ങിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ചില ബ്ലോക്കേജുകൾ മാറുന്നു എന്നുള്ളതാണ്. ഒരു സെലിബ്രേഷൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ,
ഇവിടെ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചില വ്യക്തികളിൽ നിന്നും ചില സാമ്പത്തിക കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അത് നിങ്ങൾക്ക് കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നീതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജസ്റ്റിസിന് വേണ്ടി നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ്. ഇതിൽ കൂടുതലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ജസ്റ്റിസും സാമ്പത്തിക കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതിൽ എല്ലാം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതും ഇമോഷണൽ പരമായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ വരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം എൻ്റെ വ്യൂസ് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുമോ എന്ന് നോക്കാം. സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തത്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. 7 ചക്ര മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ബ്ലോക്കേജിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. ഇപ്പോൾ ചെറിയൊരു ബ്ലോക്കേജ് ആണ്, ഒരു ചീറ്റിംഗ് ആണ്, നിങ്ങളുടെ ചിന്താഗതി ശരിയാകുന്നില്ല, അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികൾ ഇടപെടുന്നതായി കാണുന്നു, മറ്റു ചില വ്യക്തികളുടെ ഇടപാടുകൾ മൂലം നിങ്ങൾക്ക് ചില ബ്ലോക്കേജുകൾ ഉണ്ടാകുന്നു, മൈൻഡിന് ക്ലാരിറ്റി ഇല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെന്ന് പോകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമാണ്. 7 ചക്ര ഹീലിംഗ് ചെയ്തതിന് ശേഷം നിങ്ങൾ തീരുമാനത്തിലേക്ക് കടക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം ലഭിക്കും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ചെറിയ ബ്ലോക്കേജും ചീറ്റിങ്ങും കാണുന്നുണ്ട്. അതിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യേണ്ടതാണ്. ഇവിടെയും 7 ആണ് വന്നിരിക്കുന്നത്, ഇതും 7 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് 7 ചക്ര മെഡിറ്റേഷന് വേണ്ടിയിട്ടും കേതുവിൻ്റെ ഒരു റെമഡിക്ക് വേണ്ടിയിട്ടുമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളത് ചെയ്യുക. ഓക്കെ, വിജയം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരും. ഓക്കെ, ഇപ്പോൾ ബ്ലോക്കേജ് ആണ്. പ്ലീസ് കേൾമി മദറിയാണ്. ഇത് വിജയത്തിൻ്റെ കാർഡാണ്. തീർച്ചയായിട്ടും വിജയം നിങ്ങളിലേക്ക് വരും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ വിജയം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ വരും. രണ്ടാമത്തെ കാർഡുകാർക്ക് ഉടൻ തന്നെ വിജയമാണ് വന്നു ചേരുന്നത്. നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. വളരെ സ്പീഡിന് തന്നെ നിങ്ങളിലേക്ക് വിജയം എത്തുന്നതാണ്. ഓക്കെ, ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് വിജയം കടന്നു വരുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസിന് വേണ്ടിയിട്ടോ നിങ്ങൾ കാത്തിരിക്കുന്നു എങ്കിൽ, നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾക്ക് ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും സാമ്പത്തിക സിറ്റുവേഷന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നുണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. റിലേഷനുമായി ബന്ധപ്പെട്ട് സക്സസ്സിലേക്ക് എത്തുമോ? എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയുമായി റിലേഷൻ നല്ല സക്സസ്സിലേക്ക് കടന്നു പോകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏത് വ്യക്തിയെ വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. ഇത് പേഴ്സണെ മാത്രമല്ല, നിങ്ങളുടെ സൗഹൃദത്തെ നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങളുടെ ഫാമിലി ചിന്തിക്കാം, മാതാപിതാക്കളെ ചിന്തിക്കാം, ആരെ വേണമെങ്കിലും ചിന്തിച്ച് നിങ്ങൾക്ക് കാർഡ്സ് എടുക്കാം. വേണമെങ്കിൽ 2 കാർഡ്സിൽ ഓരോ കാർഡ്സ് വീതം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിയുമായി റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് എടുത്തത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങളിലേക്ക് കടന്ന് നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിയുമായി വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇതുവരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ വിട്ടുകളയുക. അത് ചില കാർമികമായിട്ടുള്ള സിറ്റുവേഷൻ വന്നതാണെന്ന് വിചാരിക്കുക. നിങ്ങൾ അങ്ങോട്ടുള്ള ജീവിതം വളരെ സന്തോഷമായി തീരും എന്നുള്ളതാണ്. അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്കും സന്തോഷം തരുന്ന രീതിയിൽ തന്നെ അവർ ഇടപെടുന്നതായിരിക്കും. ഓക്കെ, ഒരു ക്ലാരിറ്റി വരും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം ക്ലാരിറ്റി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളിൽ ചിലപ്പോൾ ഏതെങ്കിലും ഡെവിളുകൾ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഇടയിൽ ചില ഏതെങ്കിലും നെഗറ്റീവ് വ്യക്തികളുടെ ഡെവിൾ കണ്ണുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം, ബ്ലാക്ക് എനർജി ഉണ്ടായിരിക്കാം. പക്ഷേ അതെല്ലാം യൂണിവേഴ്സ് ഇവിടെ അറുത്തു മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളിത് ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നായിരിക്കാം. അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് വരികയാണ്. സന്തോഷത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഈ പ്രപഞ്ചശക്തി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന പ്രപഞ്ചശക്തിക്ക് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ചേഞ്ച് ചെയ്യുവാനും സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങളുടെ ഇടയിൽ ഒരുപാട് ബേർഡൻ കുറച്ച് നാളായിട്ട് നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബേർഡൻ ചുമക്കുന്നതായി കാണുന്നു. പാർട്ടികൾ ഇടപെട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. എന്തെങ്കിലും രീതിയിൽ വാക്കുകളോ പ്രവൃത്തികളോ കാരണം നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലുണ്ടായിരിക്കാം. നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുന്ന രീതിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് തലവേദന ഉണ്ടാക്കുന്ന രീതിയോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ അത് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ. ഉടൻ തന്നെ അതിലൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ,
ഇവിടെയും 1 നമ്പറാണ് വന്നിരിക്കുന്നത്. ഗ്രോത്താണ് വരുന്നത്, ഒരു ഓപ്പണിങ് വരുന്നു എന്നുള്ളതാണ്. ജോലി സംബന്ധമായി നോക്കാം. നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുമോ, അതിലൊരു ഗ്രോത്ത് ഉണ്ടാകുമോ, അതിൻ്റെ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമോ എന്ന് ചോദ്യം നിങ്ങൾ തന്നെ മനസ്സിൽ ചോദിക്കുക. ഞാൻ ജോലി സംബന്ധമായിട്ട് മാത്രമാണ് കാർഡ് എടുക്കുന്നത്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചോദിക്കുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് കാർഡ്സ് എടുക്കുന്നു. ഏറ്റവും കറക്റ്റായിട്ട് റീഡിങ് തന്നതിനായി നന്ദി. ഓക്കെ, നിങ്ങൾക്ക് 2 രീതിയിൽ ചോദിക്കാം. ഓക്കെ, 2 രീതിയിൽ സെലക്ട് ചെയ്യാം. 2 കാർഡിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് സെലക്ട് ചെയ്തവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജോലി അധികാരം വന്നു ചേരുന്നു എന്നുള്ളതാണ്. എംപററാണ് വന്നിരിക്കുന്നത്. സംബന്ധമായിട്ട് എന്താണോ നിങ്ങൾ ചിന്തിച്ചതിൽ അതിൽ 100-ൽ 110% യെസ് എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നു, അധികാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു, ഗ്രോത്താണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. ഓക്കെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിട്ടാണ് ഇവിടെ കാണുന്നത്. ജോലി സംബന്ധമായിട്ട് വളരെ ഹാപ്പി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു. എൻ്റെ വ്യൂസ് മനസ്സിൽ എന്താണോ ചിന്തിച്ചത് അതിൽ 100-ൽ 110% ഇവിടെ യെസ് എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ജോലി നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. വിദേശ ജോലികൾക്ക് കൂടുതൽ സാഹചര്യങ്ങൾ ഒരുക്കി വരുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു, ചില സ്ട്രഗിൾ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായി കാണുന്നു. മെർക്കുറിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അതിലൊരു റെമഡി ചെയ്ത് കഴിഞ്ഞാൽ ബുധനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് റെമഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കും. ജോലി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. ജോലിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പം മനക്കരുത്തോടു കൂടി കാത്തിരിക്കുക. നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയും, ജോലി സ്ഥലത്തേക്ക് പോകാൻ കഴിയും. ജോലി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ചില വ്യക്തികൾ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ജോലിക്കോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്കോ, നിങ്ങളുടെ ജോലിയിൽ തന്നെ ഉയർന്ന സാമ്പത്തികം ലഭിക്കുന്നതിനോ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എതിരായി നിൽക്കുന്നതായി കാണുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടു പോകുന്നതിന് നിങ്ങൾ 5 നമ്പർ മെർക്കുറിയുടെ റെമഡി ചെയ്യേണ്ടതാണ്. ഓക്കെ, റീയൂണിയൻ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ വിവാഹത്തിന് വേണ്ടിയിട്ട് നോക്കുക. അല്ല, വിവാഹം കഴിച്ച വ്യക്തികൾ നിങ്ങളുടെ പേഴ്സൺ റീയൂണിയൻ ഉണ്ടാകുന്നതിനെ കുറിച്ചിട്ടാണെങ്കിൽ അങ്ങനെ നോക്കുക. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ റീയൂണിയൻ വിവാഹം നടക്കുമോ, റീയൂണിയനോ വിവാഹമോ നടക്കുമോ? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഒരു കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് തീർച്ചയായിട്ടും റീയൂണിയൻ നടക്കുന്നു എന്നുള്ളതാണ്, വിവാഹം നടക്കുന്നു എന്നുള്ളതാണ്. ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് ഒരു ക്ലാരിറ്റി വളരെ വേഗത്തിൽ തന്നെ കടന്നു വരുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് ഇടാൻ തയ്യാറാകുന്നു. ഇതും റീയൂണിയൻ്റെ കാർഡ് തന്നെയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ചിലത് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. എന്താണ് എഫേർട്ട് ഇടുന്നത്? നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കുക. നിങ്ങൾ അവരെ ഒരുപാട് ഫോളോ ചെയ്യാതിരിക്കുക. ലാസ്റ്റ് സീനൊക്കെ നോക്കി നിങ്ങൾ നെഗറ്റീവിനെ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ വർക്കിലേക്ക് മാത്രം കൂടുതൽ ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളുടെ വർക്കിലേക്ക് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ റീയൂണിയന് സാധ്യത ഇവിടെ കാണുന്നുള്ളൂ. കാരണം ഇവിടെ കിങ് ഓഫ് സോഡിൻ്റെ എനർജി ഇവിടെ കാണുന്നുണ്ട്. പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. വിവാഹവുമായി ബന്ധപ്പെട്ടവർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമല്ല. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. സാമ്പത്തിക ഗ്രോത്ത് ഉണ്ടായതിന് ശേഷം നിങ്ങൾ വിവാഹത്തിലേക്ക് കടക്കുക. ഓക്കെ, പ്രപഞ്ചശക്തിയിൽ നിന്നുമുള്ള മെസ്സേജ് എന്താണ്? എൻ്റെ വ്യൂസിന് പ്രപഞ്ചശക്തിയിൽ നിന്നുമുള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജ് നൽകാനാണ് ആഗ്രഹിക്കുന്നത്? ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ സമാധാനം ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിപ്പോൾ ഒരുപാട് ചിന്തകളാൽ, ഒരുപാട് കണ്ണുനീരാൽ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും പുറത്തു വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ താഴ്ന്നു പോകില്ല, തകർന്നു പോകില്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സമാധാനത്തിൽ ഇരുന്നെങ്കിൽ മാത്രമേ യൂണിവേഴ്സിന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ചില വ്യക്തികൾ ഒരുപാട് കരഞ്ഞുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ചക്രാസ് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ സങ്കടത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ തന്നെ കണ്ണുനീരാണ് വരുന്നത്. ആ കണ്ണുനീരിന് കാരണം എന്താണെന്നറിയാമോ? നമ്മളുടെ കണ്ണിൽ നിന്ന് എന്തുകൊണ്ടാണ് കണ്ണുനീര് വരുന്നത്? നമ്മളിലേക്ക് ആ ഒരു സമയം നെഗറ്റീവ് തോട്ടുകൾ കൊണ്ട് നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കണ്ണുനീര് വരുന്നത്. അപ്പോൾ ആ നെഗറ്റീവ് തോട്ട് ഇരിക്കുന്ന സമയത്ത് യൂണിവേഴ്സിന് നമ്മളിലേക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല.
ആ ഒരു സമയത്ത് നെഗറ്റീവായി മാറിപ്പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ കണ്ണ് നിറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ വേദനകൾ. വേദന എന്ന് പറയുമ്പോഴത്തേക്ക് മാനസികമായിട്ടുള്ള വേദന നെഗറ്റീവ് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടായത്. അപ്പോൾ പ്രാർത്ഥനാ സ്ഥലത്ത് നമ്മൾ എന്താണ് യൂണിവേഴ്സിലേക്ക് പറഞ്ഞു വിടുന്നത്? ആ വേദനയാണ്, ആ നെഗറ്റീവ് കാര്യങ്ങളാണ്. അതാണ് അത് റിവേഴ്സായിട്ട് വീണ്ടും നമ്മളിൽ തന്നെ വന്നു ചേരുന്നത്. യൂണിവേഴ്സിന് അറിയത്തില്ല എന്താണ് നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള കാര്യം അറിയത്തില്ല. നമ്മൾ എന്താണോ അങ്ങോട്ടേക്ക് കണ്ണുനീരോട് വളരെ ഇമോഷനോടുകൂടി നമ്മൾ യൂണിവേഴ്സിലേക്ക് പറഞ്ഞു വിടുന്നത്, അത് തന്നെ ഒരു ചക്രം പോലെ കറങ്ങി നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു പ്രാർത്ഥനാ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. കരയാൻ നിൽക്കരുത്. കരയുന്ന മനസ്സിൽ നെഗറ്റീവാണുള്ളത്. അത് നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ശബ്ദം കൊണ്ട് പറയുന്നത് പോസിറ്റീവാണെങ്കിൽ നിങ്ങളുടെ കണ്ണ് നിറയുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സ് യൂണിവേഴ്സ് കാണുന്നുണ്ട്, നിങ്ങളുടെ ഉപബോധ മനസ്സ് യൂണിവേഴ്സ് കാണുന്നുണ്ട്. അത് നെഗറ്റീവാണ്. നെഗറ്റീവ് തന്നെ നിങ്ങളിലേക്ക് വീണ്ടും അട്രാക്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ ആ നെഗറ്റീവ് തോട്ടുകളിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സിലേക്ക് എത്തുള്ളൂ. അല്ലാതെ എത്ര വർഷം പ്രാർത്ഥിച്ചിരുന്നാലും അത് കേൾക്കില്ല. അതുകൊണ്ടാണ് എല്ലാവരും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന വ്യക്തികൾ പറയുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നവർ പറയുന്നത്, നിങ്ങൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക, കുറച്ച് നേരം നിങ്ങൾ ശ്വാസം എടുത്ത് വിടുക. അതെന്തുകൊണ്ടാണ്? നിങ്ങളുടെ മറ്റ് നെഗറ്റീവ് ചിന്തകളെല്ലാം മാറ്റി 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 നിങ്ങളുടെ മൈൻഡിനെ ഇതുപോലെ ശാന്തമാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ചില വ്യക്തികൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ, ദൈവമേ എന്ന് വിളിക്കുമ്പോൾ തന്നെ നിലവിളിച്ച് കരയുകയാണ്. അങ്ങനെയുള്ളവർക്ക് പ്രാർത്ഥന കേൾക്കില്ല. ഓക്കെ, അത് ഒന്നും കൂടി പറയുകയാണ്, മൈൻഡ് ശാന്തമാകാത്തിടത്തോളം കാലം നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും കേൾക്കില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ശാന്തമായി നിന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിൽ തന്നെ, നിങ്ങളുടെ കൈകളിൽ തന്നെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് ഗ്രോത്ത് വരും എന്നുള്ളതാണ്, സ്റ്റെബിലിറ്റി വരും എന്നുള്ളതാണ്, നിങ്ങളുടെ ജോലി നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. പക്ഷേ അത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് ചെയ്യേണ്ടതാണ്. നിലവിളിച്ച് കരഞ്ഞ് ചെയ്യരുത്. അപ്പോൾ 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് എങ്കിലും മനസ്സിനെ ഫ്രീ ആക്കുക. എല്ലാ ചിന്തകളിൽ നിന്നും മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഒറ്റ കാര്യം അത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥന. ദൈവമേ, ഇതാണ് എൻ്റെ പ്രാർത്ഥന, എൻ്റെ ജീവിതത്തിൽ ഇത് നടന്നു തന്നതിനായി നന്ദി. ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വിധം അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണോ അഫർമേഷൻ ചെയ്തത് അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. നിങ്ങൾ സങ്കടത്തോടു കൂടി ഒന്നും പറയേണ്ട കാര്യമില്ല. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് വളരെ വലുതാണ് എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളറകളെക്കുറിച്ച് നമുക്ക് അറിയില്ല. ഇതുവരെയും അതിൻ്റെ പൂർണ്ണത ആരും കണ്ടെത്തിയിട്ടുമില്ല. അപ്പം യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ അഫർമേഷൻ ചെയ്തെടുക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടല്ല, ഇത് അഫർമേഷൻ ചെയ്ത് വേണം എടുക്കാൻ. നമ്മൾ കരഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. ഓക്കെ, നമ്മൾ അഫർമേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളിലേക്ക് വെളിപ്പെട്ട് വരും എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത്, നിങ്ങൾ ചേർന്ന് നിന്ന് സന്തോഷിക്കുന്നതാണ് ദേവാലയം. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത്, യൂണിവേഴ്സിന് പ്രസാദം എന്ന് പറയുന്നത് വീട്ടിൽ അന്തരീക്ഷമാണ്, വീട്ടിലെ സ്നേഹമാണ് യൂണിവേഴ്സിൻ്റെ പ്രസാദം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിലുള്ള അംഗങ്ങൾ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ അവിടെ സാമ്പത്തികം വന്ന് നിറയും എന്നുള്ളതാണ്. അപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ഐക്യത വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സിലേക്ക് എത്രയും പെട്ടെന്ന് ചേരും എന്നുള്ളതാണ്. ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഒരുമിച്ചുള്ള ഭക്ഷണം, ഇതെല്ലാം യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരുമിച്ചുള്ള സന്തോഷത്തെയാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും എന്നുള്ളതാണ്. വേൾഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒറ്റപ്പെട്ടിരിക്കുന്നതല്ല യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. അടഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളല്ല യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. അടഞ്ഞിരിക്കുന്ന കപ്പ് എന്ന് പറയുമ്പോൾ അടഞ്ഞിരിക്കുന്ന ഇമോഷൻ, ആ അടഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയോ അടഞ്ഞിരിക്കുന്ന ഇമോഷനോ അല്ല യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് എല്ലാവരും, കുടുംബത്തിലുള്ള എല്ലാവരും, നിങ്ങൾക്ക് ആരൊക്കെയാണോ യൂണിവേഴ്സ് ചേർത്ത് വെച്ചിരിക്കുന്നത്, അച്ഛനും അമ്മയും മക്കളും ഭാര്യയും ഭർത്താവും ആയിട്ട് യൂണിവേഴ്സായിട്ട് കൊരുത്ത് വെച്ചിരിക്കുന്ന ഒരു മാലയുണ്ട്. ആ മാലയാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. ഓരോരുത്തരും ഒറ്റയായിട്ട് ഓരോ മുത്തായിട്ട് പോകുന്നതല്ല. ചില മുത്ത് കരയുന്നു, ചില മുത്ത് ഒറ്റയ്ക്ക് പോയിരിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു. അപ്പോൾ അതല്ല യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ വയറ്റിൽ നിങ്ങളെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ
ആ ഒരു മാലയാകാൻ നിങ്ങൾക്ക് കഴിയണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിങ്ങളെ ആക്കിയിട്ടുണ്ടെങ്കിൽ, യൂണിവേഴ്സായിട്ടാണ് നിങ്ങളെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചേർന്ന് പോകുക. അതിൽ ചില കാര്യങ്ങൾ കുറവുകളും കുറ്റങ്ങളും വരും, അതെല്ലാം ബാലൻസിങ്ങിൽ കൊണ്ടുവരിക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ അടഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ബാലൻസിങ്ങിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഈ അനുഗ്രഹങ്ങൾ ഇതുപോലെ എൻ്റെ വ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ, ഒരുമിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ വരാൻ പോകുന്നത്, ബ്ലോക്കേജുകൾ മാറാൻ പോകുന്നു, നിങ്ങൾക്ക് മുന്നോട്ട് ഒരു വഴിയും ഇല്ലാതിരുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ഓപ്പൺ ആകാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പുതിയ വഴികൾ നിങ്ങൾക്ക് തുറന്നു വരുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, നിങ്ങളെ ബന്ധിച്ചിരുന്ന ചില ബന്ധനങ്ങൾ അഴിയാൻ പോകുന്നു എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ വരും. എന്തൊക്കെ കാര്യങ്ങളാണ് ബാലൻസിങ്ങിൽ വരുന്നത്? ഇപ്പോൾ നിങ്ങളെ കെട്ടി നിർത്തിയിരിക്കുന്നു, ആ കെട്ടഴിയാൻ പോകുന്നു. ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ വയ്യാതെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയുണ്ട്, അതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നു. നിങ്ങൾക്ക് എവിടെ ചെന്നിരുന്നാലും ബ്ലോക്കേജും ബന്ധനങ്ങളും ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതിൽ ബാലൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ യാത്ര അത് നെഗറ്റീവ് സൈഡിലേക്ക് എത്ര ശ്രമിച്ചിട്ടും പോസിറ്റീവിലേക്ക് പോകാതെ നിങ്ങൾ നെഗറ്റീവിലേക്കാണ് നിങ്ങളുടെ തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിലും ഒരു ക്ലാരിറ്റി വരും, എല്ലാം ബാലൻസിങ്ങിൽ വരും, അതുപോലെ തന്നെ ഉയർച്ച വരും, സ്ട്രെങ്ത് വരും. എല്ലാം വരുന്നത് ഇതോടുകൂടിയാണ്. യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാർഡ് ഞാൻ നേരത്തെ എടുത്ത കാർഡ്സിൽ വന്നിരുന്നു. അതിനെല്ലാം ഈ റീഡിങ്ങുമായി ബന്ധപ്പെട്ട് ബാലൻസ് വരുന്നത് ഇതിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാതെ, ആ കരഞ്ഞുകൊണ്ടെന്നല്ല, കരഞ്ഞു തീർക്കുക. അതിനുശേഷം പ്രാർത്ഥന സമയത്ത് കരയാതിരിക്കുക. ആ സമയത്ത് മൈൻഡ് പൂർണ്ണമായിട്ടും സൈലൻ്റ് ആക്കിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ റീഡിങ് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.